ഹേ ഗായ്സ്, ഞാനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ, ബസ് വെയിറ്റ് ചെയ്ത്. നമുക്ക് 2 ബസ് കയറണം അവിടെ എത്താൻ. ഉരുട്ടമ്പലത്താട്ടോ വീട്. അപ്പോഴത്തേക്കും ഇവിടെ ബസ്സിനാണെങ്കിൽ ഭയങ്കര താമസം. കുറേ നേരം പോസ്റ്റ് അടിച്ചിട്ടാണ് ആദ്യത്തെ ബസ് കിട്ടിയത്. അങ്ങനെ ആ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ യാത്ര തുടങ്ങി. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് വിഴിഞ്ഞത്താട്ടോ. വിഴിഞ്ഞത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് കാട്ടാക്കട ബസ് കയറിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ വിഴിഞ്ഞത്തൊക്കെ ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി. ഇവിടെ അതുപോലെയായിരുന്നു, ഭയങ്കര പോസ്റ്റ്. ബസ്സുണ്ടെങ്കിലും ആൾക്കാർ ഭയങ്കര കുറവ്. ഞാനും അമ്മയും ഉൾപ്പെടെ 3 പേരെന്തോ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലായതിന് ശേഷമാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ബസ്സൊക്കെ എടുത്ത് നമ്മുടെ വീട് അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പച്ച വീടാണ് അമ്മമ്മയുടെ വീട്. അപ്പോഴത്തേക്കും അവിടെയൊക്കെ എത്തി. ഫസ്റ്റ് അവിടെ ഹോണിംഗ് ബെൽ അടിച്ചപ്പോൾ വന്നില്ല. സെക്കൻഡ് 2-3 വട്ടം ഹോണിംഗ് ബെൽ അടിച്ചപ്പം അമ്മമ്മ ഇങ്ങനെ കതകൊക്കെ തുറക്കാൻ വേണ്ടി വരെയാണ്. അപ്പം അങ്ങനെ കതകൊക്കെ തുറന്നു. ഫസ്റ്റ് നമ്മൾ ഹോളിരുന്ന് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. പക്ഷെ ഇവിടെ ആരെയും കാണിക്കാനൊന്നും പാടില്ലെന്ന് പറഞ്ഞു. ആരെയും വീഡിയോയിൽ ആരും വരുന്നത് ഇഷ്ടമില്ല. അമ്മ അതിനെന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഹോളിലെ സംസാരം അവസാനം അടുക്കള വരെ എത്തി. അപ്പം അടുക്കളയിൽ പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംസാരം, ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ കാണാതൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ അമ്മമ്മേരുടെ അടുത്തൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള സ്പെഷ്യൽ ചക്കയായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ വെട്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞാൻ വെറുതെ അവിടെ നിന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരു പഴം എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു പഴമൊക്കെ തിന്ന്. അപ്പം അതിനിടയിൽ ചക്കയൊക്കെ വെട്ടി ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി തീർന്നിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുന്ന പാടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ചയൊക്കെ ആയിരുന്നപ്പോൾ തന്നെ ചക്ക കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചോറ്, പുളിശ്ശേരി, അതുപോലെ ചക്ക, ചിക്കൻ കറി, ഇതൊക്കെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി അതിന് ശേഷം ഇനി വീട്ടിൽ പോകാൻ വേണ്ടി നമ്മളിനി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് വരാൻ വേണ്ടി അവിടെ ഇറങ്ങി. കാരണം അവിടെ ഇഷ്ടം പോലെ റബ്ബർ മരം ഉണ്ട് കേട്ടോ. അല്ലാതെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോഴും പോസ്റ്റായിരുന്നു. ബസ് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. അങ്ങനെ നമ്മൾ 2 ബസ് കയറി തിരികെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്.